ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രേവതിന് നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയായിട്ട് പൊരിക്കുകയാണ്. പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ കാണാത്തൊരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതിക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട്, റെസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ചന്ദ്രമതിയുടെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതായത് അല്ലമ്മേ, അവരെങ്ങനെ അവർ പിന്നെ കഴിക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നോട് വിളിച്ചുകൊണ്ട് വരാനാ പറയുന്നത് പറഞ്ഞു. അപ്പം അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി ആരെപ്പോയി വിളിക്കുക. അവരെപ്പോയി വിളിച്ച് അവർ കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി, അത് ശ്രുതി വാതിക്കെ പോയിട്ട് സച്ചി രേവതി കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പോഴത്തേന് ഇത് കൊള്ളാമല്ലോ, ഇത് പുതിയൊരു സംഭവമാണല്ലോ. നേരത്തെയൊക്കെ രേവതിയെ വിളിച്ചുകൊണ്ടിരുന്നു, ഇപ്പം ശ്രുതി വിളിക്കാൻ പാർലടുത്ത് വിളിക്കാൻ തുടങ്ങിയോ. ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ചെന്നപ്പോഴത്തേക്ക് തന്നെ ഇവർ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പറയും ഇരിക്കാനൊരുങ്ങുമ്പോൾ രേവതിയും സച്ചിയും ഇരിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞ്, അല്ല ശ്രുതി ഇരിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് പറയാം, നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞേ, നീ അവിടെ നിൽക്കി, രേവതി മോളെ സച്ചി ഇരിക്കുകയെന്ന് പറയും. അവരെ ഇരുത്തുക. അത് ഉടനെ സച്ചി പറയും, ഇത് പുതിയ പരിപാടിയാണല്ലോ, സൂപ്പറാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുക, അപ്പം അമ്മ ഞാനിരിക്കണ്ടേ, നീ ഇരിക്കണ്ട, നീ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി. കാരണം എങ്ങനെ ഇത്ര നാൾ രേവതി തന്നെയല്ലോ ഉണ്ടായിക്കൊണ്ടിരുന്നത്, രേവതി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, രേവതി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ട്, ഇനിയിപ്പോൾ നീ അങ്ങനെ ചെയ്യേണ്ടേ എന്ന് പറയും. അത് കഴിഞ്ഞ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ അവൾക്ക് വിശപ്പ്, അത് കുറച്ചു നേരം കഴിയും, നമ്മളെല്ലാം കഴിച്ച് കഴിയുന്നവരെ അവൾക്ക് വിശപ്പ് അവിടെ നിന്നോട്ടെ എന്ന് പറയും. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പിന്നെ എല്ലാവർക്കും കൊടുത്തോണ്ട് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, അല്ല ശ്രുതിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്നുള്ള എടുത്ത രീതി, പിന്നെ ശ്രുതിക്ക് വിശക്കുന്നുണ്ടല്ലോ എടുത്ത രീതി പറയുമ്പോഴത്തേക്ക് പറയും, നമ്മുടെ സച്ചി പറയുക, നേരത്തൊക്കെ എന്തൊക്കെയായിരുന്നു വീട്ടുപണിയൊക്കെ വലിയ പണിയൊന്നുമല്ലോ, ശ്രുതിയൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞു, വലിയ പണിയൊന്നുമല്ലോ, കുറച്ച് ചോറും കറിയും ഉണ്ടാക്കണം അത്രമാത്രം ഉള്ളൂ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പം എന്ത് പറ്റി, ഇപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, എൻ്റെ ഭാര്യ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ഭാര്യയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ സമയത്ത്. അത് കഴിയുമ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയും, ശ്രുതി പറയും, അമ്മ ഞാൻ പാർലറിലേക്ക്, അതായത് കടയിലേക്ക് ഷോപ്പിലേക്ക് പോവാ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയെ കൂട്ടണ്ട, ശ്രുതിയെ എന്തിനു കൂട്ടുന്നത്, കാരണം അവർക്ക് ഇവിടെ പണിയുണ്ട്, ഇത് കഴിയുമ്പോഴത്തേക്ക് തുണികളൊക്കെ കാര്യങ്ങളൊക്കെ വേറെ പണിയുണ്ടെന്ന് പറയുക. അതുകൊണ്ട് അമ്മ എനിക്ക് ചെന്ന് തന്നെ ഒരു സഹായം വന്നു, ഒരു സഹായമില്ല, സഹായത്തിനൊക്കെ വേറെ ആൾക്കാർ അവിടെ ഉണ്ട്, നീ നിന്റെ പണി നോക്കിപ്പോ എന്ന് പറയുക. അങ്ങനെ ശ്രുതിനായിട്ട് വധിക്കുകയാണ്, ശ്രുതിനായിട്ട് വധിക്കുകയാണ് ചന്ദ്രമതി. അത് കഴിയുമ്പോഴത്തേക്ക് കുറേ തുണിയൊക്കെ എടുത്ത് കൊടുക്കും. തുണി കൊടുത്തിട്ട് ഈ തുണിയെല്ലാം അലക്കണമെന്ന് പറയും. ആര് പറയും, സച്ചി അല്ല ശ്രുതിയോട് ചന്ദ്രമതി പറയും. എന്നാൽ ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് നീ പോയിട്ട് രേവതിനും സച്ചിനും തുണി മേടിച്ചോണ്ട്, അമ്മ ഞാനെങ്ങനെ അവരുടെ തുണി ഇത്ര നാൾ നിന്റെ തുണിയും നിന്റെ കെട്ടുവിൻ്റെ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്നത് രേവതി അല്ലായിരുന്നു, അന്ന് നീ ചോദിച്ചില്ല, അന്ന് നിനക്ക് നിന്റെ തുണി അലക്കാൻ നീ പറഞ്ഞില്ലല്ലോ, നീ മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സച്ചിനും രേവതിയോട് പറയും, ആ തുണി തരാൻ പറയുമ്പോഴത്തേക്ക് പറയും എന്ന് പറയുമ്പോഴത്തേക്ക്, അത് വേണ്ട ഞാൻ എൻ്റെ തുണി അലക്കിക്കോളാം എന്ന് രേവതി പറയും. അതൊന്നും പറ്റത്തില്ല, തുണി താന്ന് പറയും. ഉടനെ സച്ചി പറയും, രേവതി തുണി കൊടുക്കുക, അല്ലെങ്കിൽ അമ്മ പിന്നെ അതിനുള്ള ദേഷ്യം നിന്നോട് തീർക്കും, മരിക്കും, നീ തുണി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ സച്ചിയും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം സച്ചിയുടെ മുഖത്തും കാണുന്നുണ്ട്. കാരണം ഇത്ര നാളും, അതായത് കട്ടെടുത്തതായിട്ടുള്ള ആ പണത്തിൻ്റെ, അതായത് ആ പണത്തിൻ്റെ സോഴ്സ് മറച്ചു വെച്ചിട്ടുള്ള ആ പ്രശ്നം എങ്ങനെ പുറത്തു വന്നു, അല്ല ഇപ്പം പുറത്തു വന്നപ്പോഴത്തേക്ക് ആകെ മൊത്തം വിഷയങ്ങളെല്ലാം തകിടം മറിച്ചില്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്യുമെന്നറിയാതെയാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. അപ്പം ആ തുണിയെല്ലാം അലക്കുവാണ്, ഭയങ്കര ആരൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടും എല്ലാം കരഞ്ഞ് പിടിച്ചെല്ലാം തുണി അലക്കാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം കാണാം. അപ്പം നമുക്ക് ബാമാൻറ്റി കാണാം എന്നുള്ള ഇതിൽ അടുത്ത ബാമാൻറ്റിയുടെ അടുത്ത് പോവാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ജോലി ഏൽപ്പിക്കണമെങ്കിൽ രേവതിയും വർഷയും രവീന്ദ്രനൊന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും സൈലൻ്റാണ്. അപ്പം നേരെ ബാമയെടുത്ത് പോവാം. തുണിയിലക്കാനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പണിയൊക്കെ അത്യാവശ്യങ്ങളെല്ലാം തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ബാമയെടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നാ ഉണ്ട് മോളെ വിശേഷം എന്നൊക്കെ പറയാം. എന്നാ പറയാൻ എൻ്റെ വിശേഷത്തിൻ്റെ അയ്യൊരു കളിയാണ്, അത്ര രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് പറയാം, ആണോ ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്തേലും നീ
വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ഇല്ല ആൻറ്റി കഴിച്ചില്ല. അപ്പോൾ നീ കഴിക്കാൻ പറഞ്ഞു. ഇല്ല ആൻറ്റി എനിക്ക് വേണ്ടെന്ന് പറയാം. അല്ല അത് പറ്റത്തില്ല, നീ കഴിക്കുന്ന പറയുമ്പോൾ ഇനി കാര്യം പറയാൻ പറയുമ്പോഴത്തേക്ക് പറയാം, ആൻറ്റി എന്നെ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഞാൻ ഇത്ര നാൾ അത്രമാത്രം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അത്ര ഭയങ്കര കൂടുതലാണ്, എല്ലാവരും എനിക്കെതിരെ നിൽക്കുന്ന, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ കഴിച്ചോന്നോ ഉണ്ടോന്നോ ഉറങ്ങിയോന്നോ ആരും ചോദിക്കില്ല, സ്തുതി പോലും എന്നോട് അങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യുന്നില്ല, അതിനുള്ളൊരു അവസരം ആൻറ്റി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മോളെ എന്നെ ചെയ്യാനാണ് മോളെ, കാരണം നിന്നെപ്പോലെ ഒരു മോളെ എനിക്ക് കിട്ടാതെ പോയതിന് സങ്കടമുണ്ട് എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ കാരണം എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് എൻ്റെ മരുമോള് പോയി, പക്ഷേ അവിടെ നീ അങ്ങനെ ചെയ്തില്ല. മാത്രമല്ല സ്തുതി നന്നായിരിക്കണം എന്നുള്ള രീതിയിലാണ് നീ ക്യാഷ് കൊടുത്തത്. ആ ക്യാഷ് പക്ഷെ മറച്ചു വെച്ചത് അവൾക്ക് ചന്ദ്രമതിക്ക് ഒരു പ്രശ്നമായിട്ടുണ്ട്. നീ നേരത്തെ അത് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം മാറിയാനെ. ചന്ദ്രമതി ഇത്രമാത്രം നിന്നെ ആട്ടത്തില്ലായിരുന്നു, ഒന്നും ചെയ്തില്ലെന്ന്. പക്ഷേ സുധീനൊന്നും പറഞ്ഞില്ല. മോളെ സുധീനെ പറയത്തില്ല, കാരണം സുധി അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ചന്ദ്രമതിക്ക്. അതുകൊണ്ട് സുധിയുടെ കള്ളത്തരം, സുധി കാണിക്കുന്നതിന് എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അത് മറച്ചു വെക്കത്തുള്ളൂ. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നീ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോൾ പറയുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ നിനക്ക് കുറേ സാമ്പത്തികമോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും, അവൾ ദേഷ്യമെല്ലാം മാറും. പിന്നെ ഇത് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി ആൻറ്റി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് എങ്ങനെ ആൻറ്റി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളപ്പോഴത്തേക്ക് മോളെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞോളാം, അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചന്ദ്രമതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആര്? നമ്മുടെ സ്തുതി ഭാമ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ചന്ദ്രമതിയിലെടുത്ത് വരിക. നമ്മുടെ ചന്ദ്രമതിയല്ല, ചന്ദ്രമതിയിൽ കയറി വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചോദിക്കും, നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നടി, നിനക്ക് വീട്ടിൽ പണി ഉണ്ടായിരുന്നല്ലോ, നിനക്ക് നാട് ചുറ്റി നടക്കാനാണ് നിനക്ക് പണിയുള്ളത്. ഇപ്പം ഈ രേവതിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്കത്തുള്ള ഫുഡെല്ലാം വെച്ചിട്ട് പോകും. അതായത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പറഞ്ഞ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഈ ഫുഡ് കൊള്ളാതാകത്ത, ഇത് എൻ്റെ ഫുഡാന്നൊക്കെ വരുമ്പോഴത്തേക്ക് ചന്ദ്രമതിയും കഴിച്ചിട്ട് പറഞ്ഞു, അതെ ശരി, എന്ത് ഫുഡാണ്, കാരണം ഇങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, മര്യാദയ്ക്ക് നാളെ മുതൽ നേരത്തെ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തൊക്കെ ഫുഡ് നല്ല രീതി ഉണ്ടാക്കി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കൂടി, നിനക്ക് എന്നെ വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തിരിച്ച് കയറി വരുമ്പോൾ നിനക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ടല്ലോ, വീട് തുറക്കാനും തൂക്കാനും വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിനക്ക് പറ്റിയിട്ട് നീ എവിടെ പോയി ഇറങ്ങിക്കിടക്കുമായിരുന്നു, മര്യാദയ്ക്ക് ഇനി എന്നോട് പറയാതെയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിധം മാറും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇതെല്ലാം കേട്ട് സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും കുറ്റം ചെയ്തുകൊണ്ട് കേൾക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. അതായത് ശരിക്കും സ്വന്തം ഭർത്താവ് അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ കീഴിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്വന്തം ഒരു ഭാര്യയ്ക്ക് അല്ല മരുമകൾക്ക് വീട്ടിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കാണുന്നതാണ്. കാരണം ശരിക്കും സ്വന്തം ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ജീവിതത്തിൽ നമുക്കും അല്ലാതെ നമ്മൾ കൂടെ നിൽക്കുന്നവർക്കെല്ലാം സപ്പോർട്ടായിരിക്കും. പക്ഷേ ഇപ്പം മരുമോളെ അമ്മായിമ്മ തെറി വിളിക്കുന്നത് അപ്പനും മക്കൾ 3 പേരും പിന്നെ മരുമക്കൾ വേറെ 2 പേരെല്ലാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു മരുമകൾ, അത് ശ്രുതിയുടെ സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞാൽ പോലും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രേവതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള പെണ്ണ്. പക്ഷേ ഇതങ്ങനല്ല, പണക്കാരായ കുടുംബത്തിലും തെറ്റ് ചെയ്തപ്പോഴത്തേക്ക് വരുന്നുണ്ട്. അത്ര നാളും പൊക്കി വെച്ചുകൊണ്ട് നടന്നതാണ് ശ്രുതിനെ. ഇപ്പോൾ ശ്രുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുമ്പോഴത്തേക്ക് ഉഗ്രം പണിയാണ്. അപ്പോൾ ഇനി കാത്തിരുന്ന് തന്നെ കാണാം നാളത്തെ കഴിഞ്ഞിടത്തുള്ള വിശേഷം. എല്ലാ ദിവസമായിട്ട് 7 മണിക്ക് നമ്മൾ നാളത്തെ വിശേഷം എന്നുള്ള രീതി ഇടുന്നതാണ്. ഇനി 2 ദിവസം ഇത് വിഷുവിൻ്റെയും കാര്യങ്ങളൊക്കെ തിരക്കുള്ളതുകൊണ്ട് എനിക്കിടാൻ പറ്റിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.